നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു നിധി കണ്ടെടുത്തിരിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിൽ നിന്നാണ് ഈ നിധി കണ്ടെടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ഈ ജമ്മു കാശ്മീർ പ്രദേശത്ത് നിന്ന് ലിഥിയത്തിൻ്റെ വലിയ ശേഖരം കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലിഥിയം ശേഖരമാണ് അവിടെ നിന്നും കണ്ടെത്തിയിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ ആ ഒരു ലോകത്തേക്ക് ചുവടുവെക്കുന്ന ഈ സാഹചര്യത്തിൽ ബാറ്ററികളുടെ ഉൽപ്പാദനത്തിന് പ്രത്യേക കമ്പോണൻ്റ് ആയിട്ടുള്ള ലിഥിയം കണ്ടെത്തിയത് അന്ന് വലിയ രീതിയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അസംസ്കൃത എണ്ണയുടെയും വാതകത്തിൻ്റെയും ശേഖരമാണ്. ആൻഡമാൻ കടലിൽ വൻതോതിലുള്ള അസംസ്കൃത എണ്ണയുടെയും വാതകത്തിൻ്റെയും ശേഖരം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അഭ്യൂഹമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഇന്ത്യക്ക് ഏകദേശം 2 ലക്ഷം കോടി ലിറ്റർ അസംസ്കൃത എണ്ണയുടെ ശേഖരം അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ലക്ഷം കോടി. എന്തായാലും ഈ കണക്ക് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഏകദേശം 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പെട്രോളിയം കരുതൽ ഗയാനയിൽ അടുത്തിടെ കണ്ടെത്തിയ അസംസ്കൃത എണ്ണ ശേഖരത്തിന് തുല്യമായിരിക്കും. ഗയാനയിൽ അടുത്തിടെ കണ്ടെത്തിയത് 11.6 ബില്യൺ ബാരൽ എണ്ണയാണ്. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യൻ സർക്കാർ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ആൻഡമാനിലെ എണ്ണ കണ്ടെത്തൽ ഈ ദിശയിലുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഈ ശ്രമം വിജയിച്ചാൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ ഒറ്റയടിക്ക് നിറവേറ്റപ്പെടുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകും. അസംസ്കൃത എണ്ണ ശേഖരം കണ്ടെത്തിയതിനു ശേഷം ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി വലിയ അളവിൽ കുറയ്ക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആഘാതം ഇന്ത്യയിൽ ദൃശ്യമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ യുദ്ധം മൂലം ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് അവരുടെ റിപ്പോർട്ടിലും അവകാശപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ആശങ്കയുണ്ട്. അത് അടച്ചുപൂട്ടിയാൽ എണ്ണ വാതക ഇറക്കുമതി ഇന്ത്യക്ക് ചെലവേറിയതായി മാറുമെന്നുള്ളതാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ലോകത്തിൻ്റെ 20% എണ്ണയും കച്ചവടം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള എണ്ണ പ്രധാനമായും അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ വാതക ശേഖരം അല്ലെങ്കിൽ എണ്ണ ശേഖരം അവിടെ നിന്ന് കണ്ടെത്തിയത്, ആൻഡമാൻ നിക്കോബാറിൽ കണ്ടെത്തിയത് എന്നുള്ളത് വലിയ ആശ്വാസം ഇന്ത്യക്ക് പകരുന്ന ഒരു വാർത്തയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.